എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആമമോതിരത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് കാണുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മൾ ഗുളികൻ ആരാണ്, ഗുളികൻ എന്താണെന്നതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരണം നിങ്ങൾക്ക് തരാമെന്ന് കരുതുന്നു. അപ്പോൾ ഗുളികൻ്റെ അവതാരമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു അവതാര രീതിയല്ല പറയുക. നമ്മൾ പൂർവികത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാരണവന്മാരായിട്ട് അല്ലെങ്കിൽ ഋഷീശ്വരന്മാരായിട്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു ചരിത്രമുണ്ട് നമുക്ക് ഹിന്ദു ആചാരപ്രകാരം. അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുക. മാർക്കണ്ഡേയനെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കാൻ മഹാദേവൻ യമദേവനെ പോലും വധിച്ചതാണ്. അപ്പോൾ ആ സമയത്ത് ഭൂമിയിൽ മരണം എന്ന് പറയുന്ന സംഭവമില്ലാതെ, അപ്പോൾ കാലൻ്റെ അഭാവത്തിൽ കാലചക്രത്തിൻ്റെ സന്തുലനാവസ്ഥയൊക്കെ തെറ്റിപ്പോവുകയും ജനനം മാത്രവും മരണമില്ലാത്ത അവസ്ഥയാകും. ജനാന്തരങ്ങൾക്ക് ബാധിച്ചും പഴുത്തെളിഞ്ഞും ജീവൻ വേർപാട് ലോകം നരകിച്ച സമയത്ത് ജീവജാലങ്ങൾ ജീവൻ എടുക്കുന്ന ദേവനായ യമൻ വധിക്കപ്പെട്ടതോടെ ദേവതകൾ പരിഭ്രാന്തരാവുകയും ഭൂമിദേവിയോടൊപ്പം ദേവന്മാരെയും ഋഷീശ്വരന്മാരെയും കൈലാസത്തിലെത്തി ശ്രീ മഹാദേവനെ അഭയം പ്രാപിച്ച് അങ്ങോട്ട് ഉണർത്തിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ദേവാദേവൻ ശ്രീ മഹാദേവൻ തൻ്റെ ഇടതുകാലിൻ്റെ പെരുവിരൽ കൈലാസിൽ നിന്നൊന്ന് അമർത്തി ശ്രീ പരമേശ്വരൻ്റെ പെരുവിരൽ പൊട്ടി ഒരു തുള്ളി രക്തം പൊടിഞ്ഞു. അതിൽ നിന്നും ക്ഷിപ്രപ്രസാദിയും അനർഥകാരിയുമായ ഗുളികൻ ശിവാംശജനായി ജനിക്കുകയുണ്ടായി. കാലപാശവും യമദണ്ഡും നൽകി ജീവനെടുക്കുന്ന കാലൻ്റെ കർത്തവ്യം ഏൽപ്പിച്ചു മഹാദേവൻ ഗുളികനെ ഭൂമിയിലേക്ക് അയക്കുകയുണ്ടായി. ദേവനായാലും ഭൂമിക്ക് ആർക്കും ഓടി വന്ന് പ്രവേശിക്കാൻ സാധ്യമല്ലല്ലോ. നമ്മുടെ ഭൂമിയിലേക്ക് അങ്ങനെ ഓടി വന്ന് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ മാതാവിൻ്റെ ഉദരത്തിൽ അണ്ഡമായിട്ടോ കുഞ്ഞായിട്ടോ ഒക്കെ ഭൂമിയിൽ പിറക്കാനാണ് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സപ്തർഷിമാരിലെ കശ്യപ മഹർഷി സന്താനലബ്ധിക്കായി യജ്ഞം നടത്തുന്നുണ്ടായിരുന്നു നമ്മുടെ ഭൂലോകത്തിൽ. കശ്യപ മഹർഷിയുടെ ഭാര്യ ദക്ഷപുത്രിയായ ശുദ്രു 1000 ഉഗ്രസേനകളുടെ സന്തതികളായി പിറക്കുവാൻ ഭർത്താവ് കശ്യപിൽ നിന്നും വരം വാങ്ങുകയുണ്ടായി. അപ്പോൾ കശ്യപൻ്റെ പത്നി ഗുദ്രുവിൻ്റെ ഗർഭത്തിലൂടെ 7ാമത്തെ നാഗരാജാവായിട്ട് ഗുളികൻ ഭൂമിയിൽ നാഗരവും കൈകൊണ്ട് ജന്മമെടുത്തു എന്നാണ് പറയപ്പെടുക. ശുദ്രുവിൻ്റെ ആദ്യത്തെ 8 മക്കളെ അഷ്ടനാഗങ്ങളെന്ന് വിളിക്കുന്നു. യഥാക്രമം അനന്തൻ, വാസുകി, തക്ഷകൻ, കാർക്കുടകൻ, പത്മൻ, മഹാപത്മൻ, ഗുളികൻ, ശംഖുപാലൻ എന്നീ ഇതിലൊക്കെ അറിയപ്പെടുന്നു. അപ്പോൾ അതിൽ ഗുളികന് പച്ചവർണ്ണത്തിലാണ് നമ്മൾ ചറപ്പാട്ടിൽ പാടുന്നത്. ക്ഷുദ്രസുതന്മാർക്ക് വേണ്ടി ബ്രഹ്മാവ് നാഗലോകം സൃഷ്ടിക്കുന്ന നാഗരാജായ 1-ാമൻ അനന്തനെ അഭിഷേകം ചെയ്തു. പരീക്ഷത്തിനെ കടിച്ചു കൊന്ന നാഗരാജാവ് തക്ഷകനെ കൊല്ലുവാൻ പരീക്ഷത്തിൻ്റെ പുത്രൻ ജനമേജനായ ഹസ്തപുരിയിൽ സർപ്പസത്രം നടത്തി. പ്രാണഭയത്തോടെ സർപ്പങ്ങൾ അഭയം തേടി ലോകം വിട്ടിറങ്ങുകയും നാഗരാജാവ് അനന്തനും ഗുളികനും വൈകുണ്ഠ ശ്രീ മഹാവിഷ്ണു അഭയം പ്രാപിക്കുകയും മറ്റുള്ള നാഗങ്ങൾ ദേവന്മാരെയൊക്കെ അഭയം പ്രാപിക്കുകയൊക്കെ ചെയ്തു. ഗുളികൻ മഹാവിഷ്ണുവിൻ്റെ ശിരസ്സിലായിട്ട് ഇതായിട്ടിരുന്നത് കാരണം ഈ സർപ്പസത്രത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ നാഗരാജാവ് വാസുകി കൊണ്ട് ആഭരണമായി ധരിക്കും. ബാക്കി സർവ്വ ആഭരണങ്ങളായി മാറുകയൊക്കെ ചെയ്തു. ശ്രീ മഹാദേവൻ നാഗഭൂഷണായി മാറി. ത്രിലോകവും നിറഞ്ഞു നിൽക്കുന്ന ശിവഭഗവാൻ ദേവതകൾ പുഷ്പവൃഷ്ടി നടത്തി. നാഗരാജാവിനെ കണ്ടത്തിൽ ധരിച്ച രാജരാജേശ്വരൻ എന്ന് അശരീരി മുഴങ്ങുകയും. മഹാഭാരതം ആദ്യ പരിവർത്തനത്തിൽ കുതിരൻ്റെ പുത്രനായിട്ട് നാഗമായി ഗുളികനെ പ്രതിപാദിക്കുന്നു. തമിഴ് പുരാണങ്ങളിൽ ഗുളികനെ ശനിയുടെ പുത്രനായിട്ട് പ്രതിപാദിക്കുന്നു. യമരാജൻ്റെ പുത്രനായിട്ടൊക്കെ പ്രതിപാദിക്കുന്ന കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജീവജാലങ്ങളുടെ ജീവനെടുക്കുകയാണ് ഗുളികൻ്റെ ജന്മോപദേശം. ഗുളികൻ നിൽക്കുന്നിടത്ത് ദൃഷ്ടി പതിക്കുന്നിടത്തോളം മരണം ഉണ്ടാകുന്നത് കാലൻ്റെ പുത്രനെന്നും ഈ ഗുളികനെ നമ്മൾ അറിയപ്പെടുന്നു. ഇതാണ് ഒരു ചുരുക്കിയ ഏകദേശ രൂപം. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. ഓം നമഃ ശിവായ.